നമസ്തേ, കഥകൾ അതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബീർബലിൻ്റെ കഥകളാണ്. അക്ബർ പാദുഷായുടെ സന്തത സഹചാരിയായ ഒരു സാധു മനുഷ്യൻ, ബുദ്ധിസാമർഥ്യമുള്ളൊരു ബാലൻ കുട്ടിപ്രായത്തിലെ അദ്ദേഹം കണ്ടുപിടിച്ചതാണ്. അങ്ങനെ കണ്ടുപിടിച്ച് കൂടെ കൂട്ടി അദ്ദേഹത്തിന് വേണ്ട താമസ സൗകര്യവും ഭക്ഷണവും നല്ല വസ്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ഭവനം സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അക്ബർ പാദുഷ. അദ്ദേഹത്തിൻ്റെ പ്രധാന വിനോദം ഈ ബീർബലിൻ്റെ ജോലി എന്ന് പറയുന്നത് ചക്രവർത്തിയെ, അതായത് പാദുഷയെ സന്തോഷിപ്പിക്കണം. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ചില സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതിനൊക്കെ സമാധാനം കണ്ടെത്തണം. ഇല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വിശദമാക്കി കൊടുക്കണം. ഇതൊക്കെയാണ്. അതുപോലെ ചില കാര്യങ്ങളിൽ ചക്രവർത്തിയെ തിരുത്തേണ്ടതായ ഒരാവശ്യം ബീർബലിന് തോന്നുകയാണെങ്കിൽ, അദ്ദേഹം അക്ബർ പാദുഷയല്ലേ, നമ്മുടെ വളരെ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയല്ലേ, നേരിട്ടങ്ങനെ അങ്ങ് പറഞ്ഞ് ശരിയല്ല എന്നൊന്നും പറയാൻ പാടില്ല. തല പോണ കേസാണ്. അതുകൊണ്ട് അത് ഏതെങ്കിലും ഉദാഹരണത്തിലൂടെ അല്ലെങ്കിൽ നർമ്മ സംഭാഷണത്തിലൂടെ അങ്ങനെയൊക്കെ വേണം ചക്രവർത്തിയെ മാറ്റി, ആ മനസ്സ് മാറ്റി ശരിയായ വിധത്തിൽ ഭരണം നടത്താൻ. ഒരു ദിവസം അക്ബർ പാദുഷ അവരിങ്ങനെ നടക്കാൻ പോകുമ്പോൾ ചക്രവർത്തിയുടെ കൂടെ ബീർബലാണ് പോവുക. പട്ടാളക്കാരും അകമ്പടിയും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടാവും. ഇങ്ങനെ സായാഹ്നത്തിൽ നടക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അക്ബർ ചക്രവർത്തി അന്ന് ബീർബലിനോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താണെന്നോ ചോദ്യം? ഓ ബീർബൽ, ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അങ്ങനത്തെ തീരുമാനിച്ചേ ആലോചിക്കുന്നത് എന്താണെന്ന് പറയൂ. അതോ, അതിനൊരു ശരിയായ നടപടിക്രമം എന്ത് വേണം, എന്താണ് ശരി എന്നുള്ളത് ബീർബൽ തന്നെ പറഞ്ഞു തരണം. അടിയന് പറ്റുമെങ്കിൽ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ചക്രവർത്തി ചോദ്യം പറഞ്ഞു. എന്തായിരുന്നു എന്ന ചോദ്യം? ശരിയും തെറ്റും തമ്മിൽ എന്തുമാത്രം ദൂരവ്യത്യാസമുണ്ട്. അതായത് ശരിയിൽ നിന്നും തെറ്റിലേക്ക് എത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം, അല്ലെങ്കിൽ തെറ്റിൽ നിന്നും ശരിയിലേക്ക് എത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം, ഇവർ തമ്മിലുള്ള ദൂരവ്യത്യാസം എത്രയാണ്? അപ്പം ശരി തെറ്റും തമ്മിലുള്ള ദൂരവ്യത്യാസം, അതിപ്പോൾ എല്ലാ കാര്യം പറയണത് നമ്മൾ കേൾക്കണത് ശരിയായിന്ന് വരില്ല. കാണുന്നതെല്ലാം പൊന്നല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതെങ്ങനെ ഇപ്പം നമ്മൾ കൃത്യമായിട്ട് ചെന്ന് കാണാതെ കണ്ട് പറയാൻ പറ്റണേ? അവരോട് ചോദ്യം ചെയ്യാനുള്ള ഒരവസരം പോലും ഇല്ലല്ലോ എന്നൊക്കെ കരുതി അക്ബർ പാദുഷ വിചാരിച്ച് ബീർബലിൻ്റെ ഇങ്ങനെ ആലോചന താടിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ പാദുഷയെ ഇങ്ങനെ നോക്കുക ദയനീയായിട്ട്. ആ നോട്ടം കണ്ടപ്പോൾ അക്ബർ പാദുഷ വിചാരിച്ചാൽ എന്താണെന്നറിയാമോ? ഈ തെല്ല് ബീർബലിൽ മുട്ടുകുത്തി. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ ആൾക്ക് കിട്ടണില്ല. അതുകൊണ്ട് ഇങ്ങനെ ചമ്മി തൻ്റെ കൂടെ അങ്ങനെ നടക്കുക എന്ന് കരുതി. ബീർബൽ എന്താ വിചാരിച്ച്, ഇതിച്ചെന്തും മണ്ടൂസ് പാദുഷയാണ് ഒരു ചോദ്യം ചോദിക്കാൻ കാട്ടതേ. അദ്ദേഹത്തിനൊന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അതെന്തൊന്നും അത്ര വിളംബരടിച്ച് എല്ലാവരോടും ചോദിക്കാനായിട്ട് വട്ടം പോകണം. അപ്പോൾ വലിയൊരു വൈകുന്നേരം ഈ പാദുഷ ചെല്ലുന്ന സമയത്ത് ഒരു മൈതാനത്ത് ഒരു സ്റ്റേജ് പോലെ ഇതുണ്ട്. അവിടെ അദ്ദേഹം കയറിയിരിക്കും. അപ്പോൾ അവിടെ സാധാരണക്കാരായ ജനങ്ങളൊക്കെ അവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പരാതികൾ, സങ്കടങ്ങളൊക്കെ പറയും. അതൊക്കെ കേൾക്കുക. അതങ്ങനെ രാജ്യത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. മിക്ക സ്ഥലങ്ങളിൽ അടുത്തുള്ളിടത്തൊക്കെ ദിവസവും അല്ലാതെ അടുത്ത് യാത്ര ചെയ്ത് ദൂരെയൊക്കെ പോയി ജനങ്ങളെ നേർക്ക് കണ്ട് ചക്രവർത്തി സിംഹാസനം സംരക്ഷിക്കുന്നതോടൊപ്പവും ആഭരണങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പവും ധനം സമ്പാദിക്കുന്നതിനോടൊപ്പവും ഈ സാധാരണക്കാരുടെ പരാതി കൂടി കേൾക്കാറുണ്ട്. അതിനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയി അവിടെ വരെ എത്തി. എത്താറായി കഴിഞ്ഞപ്പോൾ ബീർബലിനോട് ചോദിച്ചു പാദുഷ, എന്തായി ബീർബൽ, നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയെന്ന് പറഞ്ഞു. ഓഹോ, അപ്പം അത്ര ആലോചിക്കാനൊന്നുമില്ല, ഞാൻ കണ്ടെത്തി. ഓ, എന്തുമാത്രം ദൂരമുണ്ട്? ഒരു 4 വിരൽ വീതി, 4 വിരൽ ദൂരം. 4 വിരൽ വെച്ചാൽ കൈ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ കാണുന്ന 4 വിരലിൻ്റെ അത്രയ്ക്ക് ദൂരമേ. ശരിയിൽ നിന്ന് തെറ്റിലേക്കും തെറ്റിൽ നിന്ന് ശരിയിലേക്കും. അയ്യോ, ഇത്ര കുറച്ച് ദൂരം ശരിയും തെറ്റും തമ്മിൽ? അത്ര കുറച്ച് ദൂരമേ ഉള്ളൂ. അതെങ്ങനെയാണ്? എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്ന് പാദുഷ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ വിശദമാക്കി തരാം എന്ന് പറഞ്ഞിട്ട്
ബീർബൽ പറയാണ്, അങ്ങ് ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളുടെ ഇത് ഏത് അവയവം കൊണ്ടാണ് നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നത് കാര്യങ്ങളൊക്കെ? അപ്പം നമ്മുടെ കാതുകൊണ്ട്. കാതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കണമെന്നില്ല. കുറേയൊക്കെ സത്യം ഉണ്ടാവും, കുറേയൊക്കെ ആരുടെയെങ്കിലും ഭാവന അനുസരിച്ച് കൂട്ടി പറയണതാവും, നോണ പറയണതാവും. എന്നാൽ കളവ്, ഓരോരുത്തരെ കളവിൽ കൊടുത്താലും ഒക്കെ രാജകൊട്ടാരത്തിൽ വന്ന സ്വാധീനമുള്ളവർ നോണ പറയുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ശരിയിലേക്ക് എത്ര ദൂരമാണുള്ളത് ഈ തെറ്റിൽ നിന്ന്. അപ്പോൾ ചക്രവർത്തി ബീർബൽ പറയാനൊന്നും അമാന്തിച്ചപ്പോൾ ചക്രവർത്തി ചിരിക്കാൻ തുടങ്ങി. എത്രയാണെങ്കിലും അറിയില്ല എന്ന് വെച്ചാൽ അറിയില്ല എന്നുള്ള വിവരം പറയൂ ബീർബൽ എന്ന് പറഞ്ഞു. അപ്പോൾ ബീർബൽ തൻ്റെ ചോദ്യത്തിന് മുമ്പിൽ മുട്ടുകുത്തി. ആൾക്ക് പറയാൻ പറ്റണില്ല എന്ന് കരുതി ചക്രവർത്തി ഉള്ളാരെ ഒന്ന് സന്തോഷിച്ചു. അപ്പം എന്താ ഇങ്ങനെ പറയുന്നത്, എന്താ ബീർബൽ? അത് പറഞ്ഞു, ഒരു 4 വിരൽ 4 അങ്കുലം മാത്രമേ വ്യത്യാസമുള്ളൂ. എന്തായി പറയണേ? ശരിയും തെറ്റും തമ്മിൽ കേവലം 4 അങ്കുലം മാത്രം. 4 അങ്കുലം എന്ന് പറഞ്ഞാൽ ഇഞ്ച്, 4 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ, ഇത്ര വ്യത്യാസം. ഒരു ഏറി വന്നാൽ ഒരു ചാൽ, അത്രയ്ക്കുള്ള വ്യത്യാസമേ ഉള്ളൂ ഈ തെറ്റും ശരിയും തമ്മിൽ. ഓഹോ, അല്ലെങ്കിൽ ശരിയും തെറ്റും തമ്മിൽ. ചക്രവർത്തി ഇങ്ങനെ സംശയിച്ചോടെ പകച്ച് നോക്കി തൻ്റെ രാജകുമാരനെ, തൻ്റെ ബീർബലിനെ നോക്കി. അപ്പോൾ എന്താ ചക്രവർത്തിയുടെ സംശയത്തോടുള്ള ചോദ്യത്തിന് ബീർബൽ എന്താ ഉത്തരം പറഞ്ഞു? അപ്പോൾ ചക്രവർത്തി പറഞ്ഞു, നമ്മൾ 2 പേരും കൂടെ നടക്കാൻ വന്നിട്ട് തൻ്റെ മകനെയും കൂടെ കൂട്ടി വന്നിട്ട് ഇപ്പം മകനെ ഓരോരോ കാഴ്ചകളൊക്കെ കാണിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തനിക്ക് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകണമെന്നൊന്നുമില്ല അല്ലേ? എന്നെ തന്നെ പറഞ്ഞയക്കാനാണോ ഭാവം? നല്ല കാര്യമായി. ഇങ്ങനെ ഒരാൾ വേട്ടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ രാജാവിന് വഴികാട്ടിയൊന്നും ആവണില്ലല്ലോ, രാജാവിൻ്റെ കാര്യങ്ങൾ പറയാതെ തന്നെ സാധിക്കുന്നില്ലല്ലോ. ഉടൻ തന്നെ അദ്ദേഹം എന്തെങ്കിലും മറ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തമ്മിൽ ആരെങ്കിലും 2 പേര് സംസാരിക്കുന്നത് ശരിയല്ല. എന്നിരുന്നാലും രാജാവിനോടല്ലേ എന്ന് കരുതി വെറും 4 അങ്കുലം 4 ഇഞ്ച് ദൂരവ്യത്യാസമുള്ളൂ. തെറ്റിൽ നിന്ന് ശരിയിലേക്ക്, അല്ലെങ്കിൽ ശരിയിൽ നിന്ന് തെറ്റിലേക്ക് 4 അങ്കുലത്തിൻ്റെ 4 അഞ്ചിൽ ശരി വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതെന്തത് അങ്ങനെയാണെന്ന് ഞാനൊരു ഉദാഹരണം പറയാം, അപ്പോൾ അങ്ങേക്ക് മനസ്സിലാവും. പറയൂ, ഉദാഹരണം കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ ചോദിച്ചു, പ്രഭോ, ചെവി കേൾക്കുന്നത് തെറ്റാവുക. നമ്മൾ ചെവിയിലൂടെയാണല്ലോ കേൾക്കണേ, അത് ചിലപ്പോൾ തെറ്റായി എന്ന് വരാം, ശരിയാവുകയും ചെയ്തു എന്ന് വരും. എന്നാൽ കണ്ണിൽ നമ്മുടെ കണ്ണാലെ കാണുന്നതോ കണ്ടത് നല്ല അച്ചട്ടാണ്. നല്ല അച്ചട്ടം എന്ന് പറഞ്ഞാൽ നല്ല ദൃഢമാണ്, വ്യക്തമാണ്. എന്താണ് പ്രകൃതിയിൽ സ്ത്രീകൾ കാണുന്ന ഒരു കാഴ്ച? അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ബീർബലിൻ്റെ ബുദ്ധിസാമർഥ്യത്തെ കൂടി ഒരു പരീക്ഷിക്കലാണല്ലോ ഇത്. ഉടൻ തന്നെ വേഗം പരിവാരങ്ങളോടൊപ്പം എല്ലാവരോടും എവിടെയാണ് ഈ ശരിയും തെറ്റും ഒളിച്ചു വച്ചേക്കണ സ്ഥലം, ശരിയും തെറ്റും തമ്മിലുള്ള ദൂരം എങ്ങനെ ഇയാൾ കണ്ടുപിടിക്കും? പശുവിനെ കണ്ടപ്പോൾ വലിയ തരക്കടമൊന്നുമില്ല, കുതിരകളെ കണ്ടപ്പോൾ അവരും ക്ഷീണമൊന്നുമില്ലാതെ കണ്ട് സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇയാൾക്ക് എവിടെയെങ്കിലും പോയി അന്വേഷിക്കണമെങ്കിൽ ഒന്നുകിൽ കുതിരപ്പുറത്ത് പോകണം, അല്ലെങ്കിൽ കഴുതപ്പുറത്ത് പോകണം, ആനപ്പുറത്ത് പോകണം, ഏതെങ്കിലും മൃഗങ്ങളെ ആശ്രയിക്കുകയുള്ളൂ. അല്ലാതെ വണ്ടിയിലിപ്പോൾ പോകാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ബീർബലിൻ്റെ ഈ 2ാമത്തെ ചോദ്യം, ബീർബൽ പറയൂ, ഉത്തരം പറയൂ, തെറ്റും ശരിയും തമ്മിൽ വെറും 4 അങ്കുലത്തിൻ്റെ അകലം മാത്രമേ ഉള്ളൂ എന്നോ? എന്താ ബീർബൽ വിഡ്ഢിത്തം പറയുന്നത് എന്ന് ചോദിച്ചു പാദുഷ. വിഡ്ഢിത്തമൊന്നുമല്ല,